ഒരു കമന്റ്സ് ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾ ഈ ജനറേഷനിൽ തന്നെയാണ് ജീവിക്കുന്നത്. അത് ഞാൻ അറിയാത്തോണ്ട് ചോദിക്കാം. കാരണം എനിക്ക് അതാണ് അറിയുന്നത്, സമൂഹത്തിന് ദോഷം വരുന്ന എന്ത് പരിപാടിയാണ് രേണുസുതി അവിടെ ചെയ്തത്. എടാ, സിനിമയിൽ കാണിക്കുന്ന വൾഗാരിറ്റി പോലും രേണുസുതിയുടെ ജീവിതത്തിൽ കാണിച്ചിട്ടില്ല. ഒരു അഭിനേതാവ് എന്ന നിലയിൽ റീൽസ് ആയാലും അല്ലെങ്കിൽ ഷോർട്സ്. ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വിഷയം രേണുസുതി തന്നെയാണ്. രേണുസുതി കണ്ടു കാണുമായിരിക്കുമല്ലോ. അതുൽ ബോക്സിനെതിരെ ചങ്ങനാശ്ശേരി പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു. കേസിൽ അതുൽ ബോക്സിനെ അവിടെ വരുത്തിച്ചു. അതുൽ ബോക്സ് നിരപരാധിയാണെന്ന് കണ്ട് അതുൽ ബോക്സിനെ പോലീസുകാർ കേസൊന്നും എടുക്കാതെ വിട്ടയച്ചു. അതാണ് നമ്മൾ കണ്ടത്. അതിനുശേഷം വീണ്ടും രേണുസുതി കംപ്ലൈൻ്റ് ആയിട്ട് ചെല്ലുന്നു. രേണുസുതിയോട് പോലീസുകാർ ഷൗട്ട് ചെയ്യുന്നു. രേണുസുതി ഓൺലൈൻ മാധ്യമങ്ങളോട് തന്നോട് ഇങ്ങനെയാണ് പോലീസുകാർ കാണിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോസ് എല്ലാം നമ്മളിവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണണം കേട്ടോ. അതുപോലെ തന്നെ രേണുസുതി ഇന്നലെ സുധീസ് വ്ലോഗ് രേണുവിൻ്റെ ചാനലിലായിട്ട് യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ കുറിച്ചുള്ള വീഡിയോസ് നമ്മൾ ചെയ്തായിരുന്നു. അതായത് അതുൽ വ്ലോഗ്സിനെതിരെ ഇങ്ങനൊരു പരാതി കൊടുത്തിട്ട് വിജയിക്കാതെ വന്നപ്പോൾ ഇനി അടുത്ത ലക്ഷ്യം സിമ്പതി നാടകം, അതായിരുന്നു രേണുവിൻ്റെ ലക്ഷ്യമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് രേണു സുധിച്ചേട്ടൻ്റെ ഡ്രസ്സും മറ്റേ ആ ബ്ലഡൊക്കെ വന്ന ബാഗുകളും ഷൂസും ഒക്കെ എടുത്ത് കാണിച്ചൊരു സിമ്പതി വർക്കൗട്ട് ചെയ്യിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ രേണുവിൻ്റെ ഫാദർ നമ്മുടെ അതുലിൻ്റെ വീഡിയോയ്ക്ക് താഴെ ഒരു കമൻ്റ് ഇട്ടേക്കുവാണ്. അപ്പോൾ അത് രേണുവിൻ്റെ അച്ഛൻ്റെ ഐ ഡി തന്നെയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ കമൻ്റ് എന്താണ് നമ്മുടെ പിൻ ചെയ്തേക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യത് സോഷ്യൽ മീഡിയ ആണ്, ഇതൊരു തെളിവാണ്. അതൊന്നും ശ്രദ്ധിക്കാതെയാണ് ഓരോരുത്തർ ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ഞാൻ പറയാൻ വന്നതൊന്നുമല്ല. നമ്മുടെ രേണുസുതിയെ വിമർശിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആളുകൾ ഇങ്ങനെ റിയാക്ട് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് രേണുവിനോട് താല്പര്യമുള്ള, അത് രേണുവിനെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആളുകൾ, ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് രേണുവിനെയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. രേണുവിനെ സോഷ്യൽ മീഡിയ കാട്ടിക്കൂട്ടുന്ന ചില കോപ്രായങ്ങൾക്ക് മാത്രമാണ് ഞാൻ എതിരെ. അല്ലാതെ രേണു എന്ന് പറയുന്ന വ്യക്തിയോട് യാതൊരുവിധ വൈരാഗ്യമോ വിദ്വേഷങ്ങളോ ഒന്നും തന്നെ ആർക്കും തന്നെ ഇല്ല. ഈ കാട്ടിക്കൂട്ടുന്ന ചില കോപ്രായങ്ങളാണ്, അതായത് റീച്ചിന് വേണ്ടി കളിക്കുന്ന ചില നാടകങ്ങളാണ് എല്ലാവരും വിമർശിക്കുന്നത്. അപ്പം രേണുസുതിയെ ഇടയ്ക്ക് വെച്ചൊരു ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ടൈമിലാണ് നമ്മുടെ ബാങ്ക് ബാലൻസ് കാണിക്കാൻ പറ്റുമോ, വിവാഹിതയാണോ എന്നൊക്കെ ചോദിച്ച് ഒരു ആങ്കർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കിടന്ന് ഉരുണ്ട് പറയുന്ന ഒരു വീഡിയോ നമ്മൾ കണ്ടത്. ചോദിക്കുന്ന ചോദ്യങ്ങൾ കൃത്യമായ ഉത്തരവും നൽകാത്തതിന് നമ്മൾ നാട്ടുഭാഷ പറയുന്നതാണ് ഉരുണ്ട് പറയുക എന്നുള്ളത്. തെറ്റായ രീതിയിലൊന്നും വ്യാഖ്യാനിക്കരുത് അതിനെ. എന്തായാലും നമുക്ക് ആ ഒരു അവതാരകൻ രേണുവിനെ കുറിച്ച് പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടിട്ട് വരാം. നമസ്കാരം. എന്താണ് അവർ ചെയ്ത തെറ്റ്? നിങ്ങൾ ആരെങ്കിലും എനിക്കൊന്ന് പറഞ്ഞുതരാമോ? മറ്റാരെക്കുറിച്ചോ അല്ല, രേണു ചേച്ചിയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഞാൻ രേണു ചേച്ചിയുമായിട്ടൊരു ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്. ആ ഇന്റർവ്യൂ ഏകദേശം ഇനി ഒരു പാർട്ടോട് വരാണ്ട് 2 പാർട്ട് വന്നു. ഭയങ്കര ചർച്ചാ വിഷയമായി. അതിന്റെ അടിയിൽ വരുന്ന കമന്റുകളൊക്കെ വളരെ ഹരാസ് ചെയ്തുകൊണ്ടുള്ള കമന്റുകളാണ്. ഭയങ്കര സോഷ്യൽ ബുള്ളിങ് നേരിടുന്ന രീതിയിലുള്ള കമന്റുകൾ തന്നെയാണ് രേണുസുതിക്കെതിരെ ആ വീഡിയോയുടെ അടിയിലും വന്നിരിക്കുന്നത്. ഞാൻ വളരെ സിമ്പിളായിട്ടൊരു കാര്യം നിങ്ങളോട് എല്ലാവരോടും വേണ്ടി ചോദിക്കുകയാണ്. ഒരു സ്ത്രീ വളരെ സന്തോഷപൂർവ്വം അവരുടെ വിവാഹത്തിന് ശേഷം വളരെ സന്തോഷപൂർവ്വം അവരുടെ കുടുംബജീവിതം നയിച്ചുകൊണ്ട് പോകുന്നു. അതിനിടയിൽ യാദൃശ്യവശാൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ വിധി എന്നോണം അദ്ദേഹത്തിന്റെ ഭർത്താവ് മരണപ്പെടുന്നു. ആ സ്ത്രീയുടെ ഭർത്താവ് മരണപ്പെടുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നിശ്ചയമായ കലാകാരനായിരുന്നു കൊല്ലം സുധിച്ചേട്ടൻ. എന്താണെന്ന് അദ്ദേഹം നമ്മൾ വിട്ടുപോയി. അദ്ദേഹത്തിന്റെ ഇഹലോക ജീവിതം ഏറ്റവും സന്തോഷപൂർണ്ണമായിട്ട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കും. കരഞ്ഞു തീർക്കേണ്ടതിന്റെ അങ്ങേയറ്റം ആ സ്ത്രീ കരഞ്ഞു തീർത്തിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ എത്രയോ കണ്ടതാണല്ല. പിന്നീട് ഉപജീവന മാർഗം എന്ന രീതിയിൽ ആ സ്ത്രീ അവർക്കിഷ്ടപ്പെട്ട ഒരു തൊഴിൽ വളരെ സന്തോഷത്തോടു കൂടി ഒരു കൃത്യമായ ഒരു ഇണിങ്സിന് വേണ്ടി ഒരു കുടുംബത്തെ പോറ്റാൻ 2 കുട്ടികളെയും അവരുടെ അമ്മയും അച്ഛനെയൊക്കെ പോറ്റാൻ വേണ്ടി അവർ ബുദ്ധിമുട്ട് ഇഷ്ടപ്പെട്ട ഒരു തൊഴിലെടുക്കുന്നു. എന്തിനാണ് ഇത്രത്തോളം അവരെ ഹരാസ് ചെയ്യേണ്ടത്? കണ്ടല്ലോ, അവതാരകൻ ഇങ്ങനെ വീണ്ടും വീണ്ടും ചോദിക്കുന്നു, എന്തിനാണ് അങ്ങനെ ഉപദ്രവിക്കുന്നത്, രേണു എന്ത് തെറ്റാണ് ചെയ്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇവിടെ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, നമ്മൾ രേണുവിനോടല്ല, ഞങ്ങളല്ല രേണുവിൻ്റെ അടുത്ത് ഈ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊന്നും ചോദിച്ചതും രേണുവിനെ കുറിച്ച് ഇത്തരത്തിലുള്ള മറുപടികൾ പറയിച്ചതും നിങ്ങളാണ്. എന്നിട്ട് ഇപ്പോൾ നിങ്ങൾ വാദിയെ പ്രതിയാക്കുന്നത് എന്തിനാണ്? തീർന്നിട്ടില്ല, ഇനിയും ഉണ്ട്, നമുക്ക് കാണാം. അതിന്റെ ആവശ്യം കുറേയധികം യൂട്യൂബ് ചാനലുകളുടെ ഉടമസ്ഥർ അവരുടെ ഒരു കണ്ടന്റിറ്റിയിലാക്കി മാറ്റിയിരിക്കുകയാണ് രേണുസുതിയെ. പറയാതിരിക്കാൻ പറ്റില്ല, വളരെ മോശം തന്നെയാണ് കാണിക്കുന്നത്, പറയാതിരിക്കാൻ പറ്റില്ല. അവർ ജീവിക്കട്ടെ, അവരുടെ ലൈഫ്, അവർക്ക് ഒരു ലൈഫേ ഉള്ളൂ, ഒരൊറ്റ ജീവിതമേ ഉള്ളൂ. ഭർത്താവ് മരണപ്പെട്ടു എന്ന് പറഞ്ഞ്
പണ്ട് സതി നടപ്പിലാക്കിയതുപോലെയൊന്നും സാധിക്കുന്ന കാര്യമില്ലല്ലോ. അവർ ജീവിക്കട്ടെ, അവരെ വെറുതെ വിടൂ. എന്തിനാണ് അവരെ ഉപദ്രവിക്കുന്നത്? എനിക്ക് അടുത്തറിഞ്ഞിടത്തുള്ള ഒരു പാവം ഒരു സ്ത്രീയാണ്. ആർക്കും യാതൊരു ഉപദ്രവം ഉണ്ടാക്കണമെന്നോ ആരെങ്കിലും ഉപദ്രവിക്കണമെന്നോ ആഗ്രഹിക്കാതെ സ്വന്തം ബോൾഡായിട്ട് സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്ന ഒരു സ്ത്രീ. അവർ ജീവിക്കട്ടെ, അവരെ വെറുതെ വിടും. അവതാരകൻ പറയുന്നുണ്ട്, ഞങ്ങൾ പേയ്മെന്റ് കൊടുത്തിട്ടാണ് ഇന്റർവ്യൂ ചെയ്യുന്നത്, അത് അവർക്കൊരു ഉപകാരമാണ്. അതുപോലെ തന്നെ അവരോട് ചോദിക്കാവുന്ന ചോദ്യങ്ങൾ പെർമിഷൻ എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പം ചോദിച്ച ചോദ്യമാണ്, രേണുവിന്റെ മാരേജിനെ കുറിച്ച് നിങ്ങൾ ചോദിച്ചോട്ടെ എന്ന് രേണുവിനോട് ഈ അവതാരകൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ രേണു ഓക്കെ എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് അവിടെ രേണു പറഞ്ഞില്ല അങ്ങനെ ഒരു ചോദ്യം ഒഴിവാക്കണമെന്ന് രേണു പറഞ്ഞില്ല. അപ്പൊ രേണുവിന് എന്താണ് ആവശ്യം? റീച്ചാണ് ആവശ്യം. തീർന്നിട്ടില്ല. നമുക്ക് ഈ ഇന്റർവ്യൂവിനെ കുറിച്ച് അവിടെ കണ്ടുവരാം. അതൊരു അവകാശമില്ല. അവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് കടന്നു ചെന്ന് അവരെ മാറ്റും തേജവും ചെയ്ത് അതിൽ നിന്നും പൈസ ഊറ്റി. അതിപ്പോൾ ഞങ്ങളും യൂട്യൂബ് ചാനൽ ഞങ്ങളും ഇന്റർവ്യൂ എടുത്താണ്. പക്ഷെ ഞങ്ങൾ ഇന്റർവ്യൂ എടുക്കുന്നതിനാൽ കൃത്യമായിട്ട് അവർക്കൊരു പേയ്മെന്റ് നൽകി. അവരുടെ സന്തോഷം കൂടി കണക്കിലെടുത്ത് കൃത്യമായി ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അനുവാദം. ഇപ്പം ആദ്യ പ്രതിയായി. കാര്യം നമ്മളാണോ ഈ അവതാരകനെ കൊണ്ട് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിപ്പിച്ചത്? ആ അവതാരകൻ തന്നെ പറയുന്നുണ്ട്, അതായത് ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട്, രേണുവിനോട് ചോദിച്ചിട്ടാണ് ഈ ചോദ്യങ്ങൾ ചോദിച്ചതെന്ന്. അതിന് പേയ്മെന്റും കൊടുക്കുന്നുണ്ടെന്ന് പറയാം. അപ്പൊ റീച്ച് ആകാൻ വേണ്ടി നിങ്ങളും രേണുവിന്റെ കണ്ടന്റ് എന്തിനാണ് ഉപയോഗിച്ചത്? നിങ്ങൾ എന്തിനാണ് രേണുവിനെ അവിടെ വിളിച്ച് ഇന്റർവ്യൂ ചെയ്തത്? എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾക്ക് അവിടെ എന്താണ് ആവശ്യം? റീച്ച്. നിങ്ങളുടെ ചാനലിന്റെ റീച്ചാണ് അവിടെ ആവശ്യം. അത് തന്നെയാണ് എല്ലാവരും ചെയ്യുന്നത്. രേണു സുധി വ്യൂസ് കിട്ടുന്നതായതുകൊണ്ട് രേണുവിനെ എന്താണ് രേണു പറയുന്നത് എടുത്തു വെച്ച് എല്ലാവരും റിയാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങളിപ്പം ഇപ്പൊ ഇങ്ങനൊരു വീഡിയോ ഇട്ടത്, അതായത് രേണുവിനെ അനുകൂലിച്ച് നിങ്ങളിപ്പോൾ ഒരു വീഡിയോ ഇട്ടത്, നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? റീച്ച് തന്നെയാണ്. നിങ്ങൾക്ക് വ്യൂസ് ആണ് ആവശ്യം. അത് തന്നെയാണ് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർന്നിട്ടില്ല. നമ്മുടെ ആദ്യത്തെ ഒരു ഹോട്ട് സീറ്റ് ഇന്റർവ്യൂ ചെയ്ത ഷാരിക ഉണ്ടല്ലോ, ഷാരിക പറയുന്നതോട് കേൾക്കാം നമുക്ക്. അതിൽ വ്ലോഗ്സ് രേണുവിനെ കുറിച്ച് ഏതാണ്ടൊക്കെ പറഞ്ഞു, അതിനാണ് രേണു കേസ് കൊടുത്തതെന്നൊക്കെ പറഞ്ഞ് ഷാരിക പറയുന്ന കാര്യങ്ങളാണ്. നമുക്ക് അതുകൂടി കേട്ടുവരാം. അതിൽ പല സംഭാഷണങ്ങളും നമുക്ക് അയാളെ അതിൽ കാണാൻ സാധിക്കും, ഈ അതുൽ വ്ലോഗ്സിനെ. കാരണം ഈ രേണുസുതിയെ കുറിച്ച് അയാൾ പറഞ്ഞ കുറെ വർത്തമാനങ്ങൾ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. അതായത് എന്ത് തെറ്റാണ് അതിൽ നിങ്ങളോട് രേണുസുതി ചെയ്തത്? സമൂഹത്തിന് എന്ത് നന്മകളാണ് രേണുസുതി ചെയ്തത്? എനിക്ക് അതാണ് അറിയേണ്ടത്. സമൂഹത്തിന് ദോഷം വരുന്ന എന്ത് പരിപാടിയാണ് രേണുസുതി അവിടെ ചെയ്തത്? സിനിമയിൽ കാണിക്കുന്ന വൾഗാരിറ്റി പോലും രേണുസുതിയുടെ ജീവിതത്തിൽ കാണിച്ചിട്ടില്ല. ഒരു അഭിനേതാവ് എന്ന നിലയിൽ റീൽസ് ആയാലും അല്ലെങ്കിൽ ഷോർട്ട് ഫിലിംസ് ആയാലും, അവരുടെ ഷോർട്ട് ഫിലിംസ് എന്തെങ്കിലും നീ കണ്ടിട്ടുണ്ടോ? ഷോർട്ട് ഫിലിംസ് ആയാലും സിനിമ നമ്മൾ ഇതുവരെ ഇറങ്ങി കണ്ടിട്ടില്ല. അവർ ചെയ്യുന്ന എന്ത് തന്നെ ആയാലും സമൂഹത്തിന് നാശം വരുത്തുന്ന, കോട്ടം വരുത്തുന്ന, കുട്ടികളെ തിന്മയിലേക്ക് നയിക്കുന്ന എന്ത് പരിപാടി രേണുസുതി ചെയ്തിട്ടുണ്ട്. അവർക്ക് ജീവിക്കാൻ വേണ്ടി അവർ അന്തസ്സായിട്ട് തുടി ഉടുത്തുകൊണ്ടാണ് അവർ ഈ പരിപാടികളെല്ലാം ചെയ്യുന്നത്. എന്തിന്റെ ചോദിച്ചിലാടാ? പിന്നെ എനിക്ക് ചോദിക്കാനുള്ള വേറൊന്നുമല്ല, ഞാൻ രോക്ഷം കൊള്ളും. ബിക്കോസ് പോലീസ് കഴിഞ്ഞ ദിവസം അത്രയും സഹികെട്ടിട്ടാണ് രേണുസുതി ഒരു റീലിൽ ഇപ്പൊ ഞാൻ കണ്ടത്. കൃത്യമായിട്ട് ഒരു ചാനലുകാർ എടുത്തിട്ടുണ്ട്. തൃക്കൊടിത്താനം പോലീസ് സ്റ്റേഷനിൽ അവർക്ക് വളരെ മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായി. അത് ഈ അതുലിനെ ആയിട്ട് കണക്ട് ചെയ്തിട്ടാണെന്ന് അതിന് വിഷയം. അതിന്റെ കൃത്യമായ കഥ എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ കുറിച്ച് വിശദീകരണത്തിൽ കിടക്കുന്നത്. രേണുസുതി കരയുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഈ ഇടയ്ക്ക് സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ ഞാൻ കണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് ഈ അതുലിന്റെയും ഡാനിയോ അങ്ങനെ ഏതാണ്ട് പറയുന്ന ഒരുത്തന്റെയും വീഡിയോ. അവർ എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് അങ്ങോട്ട് പോയത്. അവിടുത്തെ പോലീസുകാരോട് മാന്യമായി ബിഹേവ് ചെയ്തു. പോലീസുകാർ അത്യാവശ്യപ്പെട്ടവരൊക്കെ മാന്യമായി ബിഹേവ് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്. അതിനെ കടിച്ചു കീറാൻ നിൽക്കുന്നവരൊന്നുമല്ല. ഒരു 100 പോലീസുകാരെ എടുത്താൽ ഒരു 30%, 25% അങ്ങനത്തെ ഉണ്ടായിരിക്കും. അത് പോലീസ് മന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷേ അല്ലാതെ ബാക്കി 70% നമ്മൾ വളരെ മാന്യമായിട്ട് ഇടപെടുകയും കാര്യങ്ങൾ ചോദിക്കുകയും നിങ്ങളൊന്ന് വരുവോ, നിങ്ങൾ അങ്ങോട്ട് എത്തുമോ എന്ന് ചോദിക്കുകയും ചെയ്യുന്ന മനുഷ്യരാണ്. അവര് മനുഷ്യരാണ്. സോ ഞാനൊരു പോലീസുകാരന്റെ മകളും കൂടെ ആയതുകൊണ്ടാണ്. അദ്ദേഹം മരിച്ചുപോയി, ബട്ട് അതുകൊണ്ട് എനിക്കറിയാം. സോ ഈ പറയപ്പെടുന്ന അതുലിനെ സഹി കെട്ടിട്ടാണ് ആരായാലും, ഞാനാണെങ്കിൽ അവന്റെ വീട്ടിൽ ചെന്ന് കയറി അടിച്ചത്. അതുപോലത്തെ വർത്താനങ്ങളാണ് അവൻ രേണുസുതിയെ കുറിച്ച് ഇരുന്ന് പറയുന്നത്. രേണുസുതിയുടെ അപ്പന്റെ കാര്യങ്ങൾ, രേണുസുന അപ്പനെ അമ്മയും അത് വലിച്ചിടുക, രേണുസുന മകനെ വലിച്ചിടുക. അവരെ ഞാൻ ചോദിക്കട്ടെ, നമുക്ക് സോഷ്യൽ മീഡിയയിൽ സംഭവങ്ങൾ റിയാക്ട് ചെയ്യാം. നമ്മൾ അവരെന്താണ് ഇങ്ങനെ പറഞ്ഞത് അല്ലെങ്കിൽ അവർ ചെയ്തിപ്പോ നമ്മുടെ സീക്രട്ട് ഏജന്റ് റിയാക്ട് ചെയ്തു. ഏതാണ്? രേണുസുതിയുടെ കൂട്ടുകാരനും കൂടെ ചെന്ന് ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഇങ്ങനെ ഒരു ഓൺ വോയിസ് ആയിട്ട് വന്നത്. ഞാൻ ഇതുവരെ ഒരു കമന്റ്സ് ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾ ഈ ജനറേഷനിൽ തന്നെയാണ് ജീവിക്കുന്നത്. അത് ഞാൻ അറിയാത്തതുകൊണ്ട് ചോദിക്കുക. കാരണം പറയേണ്ടെന്ന് വെച്ച കാര്യങ്ങളാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കമന്റ്സ് ഒക്കെ ഇല്ലേ, നിങ്ങൾക്ക് കമന്റ്സ് പറയാനുള്ള റൈറ്റ് ഉണ്ട്, ശരി സമ്മതിച്ചു. പക്ഷെ കുടുംബം തകർക്കും, കുടുംബം തുഴഞ്ഞു പോകും, അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. പിന്നെ എന്റെ ഭർത്താവിനെ ഭാര്യനെ കാണേണ്ട സ്ഥാനത്ത് ഭാര്യനെ കാണാനറിയാം, അമ്മേനെ കാണേണ്ട സ്ഥാനത്ത് അമ്മേനെ കാണാനറിയാം, ചേച്ചീനെ കാണേണ്ട സ്ഥാനത്ത് ചേച്ചീനെ അറിയാം. അതുപോലെ തന്നെ ആൾക്ക് നന്നായിട്ട് അഭിനയമായിട്ടും അതുപോലെ തന്നെ ജീവിതമായിട്ട് കാണാനറിയാം. പിന്നെ ഈ ലോകത്ത് ആദ്യമായിട്ട് ആൽബം ചെയ്യുന്ന ഒരാളല്ല എന്റെ ഹസ്ബൻഡ്. പിന്നെ രേണു ചേച്ചി എന്ന് പറയുന്ന ഒരു ആക്ട്രസിന്റെ കൂടെ പുള്ളിക്കാരി ചെയ്തത് പുള്ളിക്കാരന്റെ മിടുക്ക്.
പുള്ളിക്കാരൻ ഇപ്പൊ നല്ല രീതിക്ക് പോകുന്നുണ്ടെങ്കിൽ അത് പുള്ളിക്കാരുടെ എടുക്കാണ്. അതിന് ഞങ്ങൾ ഒരു 90% ഞങ്ങൾ ക്രെഡിറ്റ് കൊടുക്കുന്നത് രേണു ചേച്ചിക്കാണ്. കാരണം ചേച്ചീനെ ആൾക്കാർ അറിയുന്നതുകൊണ്ട് തന്നെയാണ് എന്റെ ഹസ്ബൻഡിനെ ഇപ്പൊ 4 ആൾക്കാർ അറിയുന്നത്. അതെനിക്ക് നല്ല പ്രൗഡാണ്. പുള്ളിക്കാരൻ ഇനി അഭിനയിക്കണം തന്നെയാണ് എന്റെ ആഗ്രഹം. നല്ല നല്ല നിലയിലെത്തണം തന്നെയാണ് എന്റെ ആഗ്രഹം. പിന്നെ നിങ്ങൾ എന്ത് മോശം കമന്റ്സ് ഇട്ടാലും ഒരു ഭാര്യ എന്ന നിലയിൽ അല്ലെങ്കിൽ നല്ലൊരു ഫ്രണ്ട് എന്ന നിലയിൽ എന്റെ ഫുൾ സപ്പോർട്ടും ഉണ്ടാവും എന്റെ ഹസ്ബൻഡിന്. ഇവിടെ എന്താ തൻ്റെ ഭർത്താവിനോടൊപ്പം രേണു അഭിനയിക്കുന്നതിൽ യാതൊരുവിധ തെറ്റുമില്ല. എന്താ എനിക്കതിൻ്റെ പ്രശ്നമില്ല, ആളുകൾക്ക് എന്താ പ്രശ്നം എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ആ കുട്ടി പറയുന്നത്. അതൊക്കെ സത്യമാണ്. അഭിനയത്തിലൊന്നും യാതൊരുവിധ കഴമ്പില്ല. അതായത് അഭിനയിക്കുന്നത് ഏത് രീതിയിലും ഇപ്പം അഭിനയമാണ്, അത് ജീവിതമല്ല. അത് അപ്പം അവർ പറയുന്നുണ്ട്, ഭാര്യയ്ക്ക് ഭാര്യയുടെ സ്ഥാനം, മകൾക്ക് മകളുടെ സ്ഥാനം, അമ്മയ്ക്ക് അമ്മയുടെ സ്ഥാനം, ചേച്ചിക്ക് ചേച്ചിയുടെ സ്ഥാനം കൊടുക്കാനായിട്ട് പ്രതീക്ഷിനെ അറിയാം. ഓക്കെ, ഇപ്പൊ തൻ്റെ ഭർത്താവ് യാതൊരുവിധ തെറ്റ് ചെയ്തെന്ന് ആരും പറയുന്നില്ല. പ്രതീക്ഷിനെ 10 പേർ അറിയുന്നത് രേണുവിൻ്റെ ഒപ്പം ചെയ്തതിന് ശേഷമാണ് എന്നൊരു വാക്കും കൂടെ പറയുന്നുണ്ട്. അപ്പൊ അവിടെയും ലക്ഷ്യം എന്താണ്? റീച്ച് മാത്രമാണ്. രേണു ഇത് മാത്രം മനസ്സിലാക്കിയാൽ മതി. തന്നെ ആളുകൾ ഉപയോഗിക്കുന്ന റീച്ചിന് വേണ്ടിയിട്ടാണ്. അതൊന്ന് മനസ്സിലാക്കിയിട്ട് പെരുമാറുക. ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്, എനിക്ക് രേണുവിനെ വളരെയധികം ഇഷ്ടമാണ്. കാര്യം ഞാൻ പറയുന്നുണ്ട്, എനിക്ക് എപ്പോഴും എൻ്റെ മനസ്സിൽ രേണുവിൻ്റെ ഒരു പിക്ചർ എന്ന് പറയുന്നത് ആ ഒരു ഫസ്റ്റ് ഫ്ലവേഴ്സിലെ ഇൻട്രോ, ആ വാവുട്ടൻ എന്ന് വിളിക്കുന്ന സുധിച്ചേട്ടൻ വിളിക്കുന്ന ആ ഒരു കുട്ടിയാണ് എൻ്റെ മനസ്സിലുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തോ ഒരു ഇഷ്ടമുണ്ട്. എന്തൊക്കെ കാണിച്ചാലും നമുക്ക് ഇഷ്ടമുണ്ട്. എത്ര വിമർശിച്ചാലും നമുക്ക് നമ്മുടെ മനസ്സിൽ രേണുവിനോടുള്ള അടുപ്പം പുറത്തോട്ട് വരും. പക്ഷേ റീച്ചിന് വേണ്ടിയിട്ട് ഇപ്പൊ സുധിച്ചേട്ടൻ ആരാണ്? സുധിച്ചേട്ടൻ്റെ തള്ളലല്ല ഞാൻ ജീവിക്കുന്നത്, സുധിച്ചേട്ടൻ്റെ പെർഫ്യൂമിന് പാടാം അങ്ങനെയൊക്കെ പറഞ്ഞ കാര്യങ്ങൾ പറയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. പിന്നെ അതുപോലെ ഇന്നലത്തെ ഒരു വീഡിയോ ഇട്ടപ്പോൾ ഭയങ്കര ഒരു ദേഷ്യം വന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ തലേ ദിവസത്തെ ഒരു പരാജയം മറച്ചു വെക്കാനായിട്ടൊരു സിമ്പതി ക്രിയേറ്റ് ചെയ്താണോ എന്ന് പോലും തോന്നിപ്പോയി. രേണുവിന്റെ ഭാവി സുരക്ഷിതമാക്കുക, ആ മക്കളെ സംരക്ഷിച്ച് വളർത്തുക, അതിനായിട്ട് തനിക്ക് അറിയാവുന്ന തൊഴിൽ, അതായത് അഭിനയം നന്നായിട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോവുക. എല്ലാവരുടെയും പോസിറ്റീവായിട്ടുള്ള അപ്രോച്ച് മാത്രം നേടിയെടുക്കുക. അവര് എന്ത് പറയുമ്പോഴും അത് ശരിയും തെറ്റും ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക രേണു. എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ. എന്തായാലും പുതിയ വീഡിയോ കണ്ടെല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.